ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സാധ്യതകളുമായിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ ജനിച്ചവരാണ് നമ്മൾ. പിന്നീട് ആ സ്വപ്നങ്ങളുടെ പുറകെയൊക്കെ നമ്മൾ ഓടി നടന്നു. ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ കയ്യെത്തി പിടിച്ചു, അധ്വാനിച്ച് കിട്ടി. ചിലതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഒക്കെ കിട്ടിയതുണ്ട്. ചില സ്വപ്നങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഒരു കയ്യകലെ ചില സമയത്ത് തട്ടിത്തെറിച്ച് പോകാറുണ്ട്. ചിലതൊക്കെ നമുക്ക് ദൂരത്തായിട്ടുണ്ട്. ചില സ്വപ്നങ്ങളൊന്നും നമുക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റാതായി പോയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ വീണ് പെരണ്ട് കിടന്നു പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ പകുതിക്ക് വെച്ച് തല്ലി ഉടച്ച് മാറി നിന്ന് ഈ ജീവിതം എനിക്കൊരു നഷ്ടമായി പോയി, ഇതൊരു ശാപമായ ജീവിതമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേദനിച്ചിട്ടുണ്ട്, സ്വയം ശപിച്ചിട്ടുണ്ട്. അവസരങ്ങൾ ഇനിയും നമ്മുടെ മുൻപിലുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു വർഷം അവസാനിക്കുകയാണ്, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം സമ്മാനമായി തന്ന ഈ ജീവിതം പുതിയൊരു വർഷത്തിൽ പുതിയ അവസരങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാ സുവിശേഷത്തിൽ 57 വാക്യം മുതൽ 1-ാമത്തെ അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചൊരു സംഭവം നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ വായിച്ചിട്ടുള്ളതാണ്. യോഹന്നാൻ ജനിക്കുന്ന സമയത്ത് അവൻ ഈ പേരിടുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആ പേരിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവം തന്നത് ദൈവത്തിൻ്റെ സമ്മാനം. ഈ ഭൂമിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായ നീയും ഒരു യോഹന്നാനാണ്. ദൈവം ഈ ഭൂമിക്ക് കൊടുത്തൊരു സമ്മാനം. വീടിന്, സഭയ്ക്ക്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, നമ്മളായിരിക്കുന്ന പഠിക്കുന്ന ജോലി ചെയ്യുന്ന ഇടങ്ങൾക്കെല്ലാം ദൈവം കൊടുത്തൊരു യോഹന്നാനാണ് ഞാനും നീയുമൊക്കെ. ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്, ദൈവം തന്നതാണ്. പക്ഷെ ആ ജീവിതം പലപ്പോഴും ദൈവദാനമായിട്ടും പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ സങ്കടപ്പെടാറുണ്ട്. ചിലതൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ജീവിതം ഒരു പരാജയമായി പോയെന്നോർത്ത് ഏറ്റ പരാജയങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ ഓർത്ത് ഉള്ള അവസരങ്ങൾ പുതിയത് വന്നാലും നമ്മൾ ഇനിയൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും എവിടെ അവസാനിച്ചിട്ടില്ല. നമ്മുടെ ദൈവം ഈശോ അവസരങ്ങളുടെ ദൈവമാണ്. എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. ഒന്നും കൂടെ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. വീണ് കിടക്കുന്നവരെയും ആ വീണെടുത്ത് നിന്ന് എഴുന്നേക്കാൻ തയ്യാറാകുന്നവരെയും ഒന്നും കൂടെ പിടിച്ച് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പൊടി തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് ഓർഡറിന്ന് പറയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ലൂക്ക 1:66 യോഹന്നാൻ ജനിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നാട്ടുകാരെല്ലാം കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞ് ആരായിത്തീരുമെന്ന് ഓർത്ത് അവർ അതിശയിച്ചു. അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ജനിച്ചപ്പോഴും നമ്മളെക്കുറിച്ച് ഒത്തിരി പേർക്ക് സ്വപ്നം ഉണ്ടായിരുന്നു. നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ, നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ, നമ്മളൊരു വിവാഹ ജീവിതത്തിലേക്ക് ജീവിതാന്തസ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും എന്തായി തീരുമെന്നൊരു സ്വപ്നം, തീർച്ചയായിട്ടും നല്ല സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഒരു അത്ഭുതം നിറഞ്ഞൊരു ജീവിതം നമുക്ക് സാധ്യമാണ്, അന്നും ഇന്നും ഇനി മുമ്പോട്ടും. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് 16 മാപ്പാപ്പ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എവ്രി വൺ ഓഫ് us ഈസ് എ തോട്ട് ഓഫ് ഗോഡ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഒരു ചിന്തയാണ്. എൻ്റെ ദൈവം ചിന്തിച്ചു, ഞാനുണ്ടായി. ഈ ഭൂമിയിൽ, ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു വർഷത്തിൽ ഇയാളെ കൊണ്ട് ഈ നന്മ, ഈ ഒരു സൽപ്രവൃത്തി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ആൻഡ് ഐ ആം എ തോട്ട് ഓഫ് ഗോഡ്. ദൈവം ചിന്തിച്ച ഒരു ചിന്തയുടെ ഫലമാണ് എൻ്റെ ജീവിതം. ഓർത്ത് നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയി സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു 1.5 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത അത്ര ഡെപ്തുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എവ്രി വൺ ഓഫ് us ഈസ് എ തോട്ട് ഓഫ് ഗോഡ്. ഞാനും നിങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഒരു ചിന്തയാണ്. നമ്മളെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നുണ്ടെന്ന് മറന്നു കളഞ്ഞിട്ടില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ പോലെ, ദൈവത്തെ സ്നേഹിച്ച യോഹന്നാനെ പോലെ ഈ ഭൂമിയിൽ നമ്മൾ വന്ന് പിറന്ന എല്ലാവരും, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു യോഹന്നാൻ തന്നെയാണ്. ദൈവത്തിൻ്റെ സമ്മാനമാണ്. നമ്മൾ എന്തായി തീരുമെന്ന് ലോകം അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റ സങ്കടങ്ങൾ, ഏറ്റവും അവസാനം ഉണ്ടായ ഒരു പരാജയം, തിക്താനുഭവങ്ങൾ, കളിയാക്കലുകളൊക്കെ ഓർത്ത് നമ്മൾ ഇനി ട്രൈ ചെയ്യുന്നില്ല, ഇനി പറ്റില്ല, ഇനി അധ്വാനിച്ചിട്ടും കാര്യമില്ല, എനിക്കിതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നോർത്ത് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. ഈശോ നിന്നോട് പറയാനുള്ള ഒറ്റ കാര്യം ഈ ഒരു പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഇത്രയേ ഉള്ളൂ, നിന്നെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നത്. ആ തിങ്കിങ് അബൌട്ട് ഈശോ എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും, ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് നിന്നെക്കുറിച്ച് ഈശോ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ സങ്കടങ്ങളുടെ ആ ഒരു പെരുമഴ അതവിടെ കിടക്കട്ടെ, പരാജയങ്ങളുടെ ആ ഒരു കുത്തൊഴുക്ക് അതവിടെ കിടക്കട്ടെ. നമുക്ക് ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ പരാജയങ്ങളുണ്ടായി, സങ്കടങ്ങളുണ്ടായി, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തല്ലിത്തകർക്കുന്ന സംഭവങ്ങളുണ്ടായി, നിരാശപ്പെടാൻ 100 കാരണങ്ങളുണ്ടായി. നമുക്കിതൊരു പുതിയ അവസരം വന്നേക്കാണ്, പുതിയൊരു ദിവസം വന്നേക്കാണ്, പുതിയൊരു വർഷം വന്നേക്കാണ്. നമുക്ക് ഇനിയും ഈശോയുടെ കൂടെ മുമ്പോട്ട് പോകാം. ലൂക്കാ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ യോഹന്നാനെക്കുറിച്ച് ഈശോ പറയുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ലെന്ന്. നാളെ ലോകം നിങ്ങളെക്കുറിച്ച് നല്ലതൊന്നും പറയില്ലായിരിക്കും. ഇന്നും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളൊന്നും ആകാൻ പോകണില്ല, നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ലെന്നൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് ഈശോയുടെ അടുത്ത് നിന്നാണ്. യോഹന്നാനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈശോയാണ്. ഇവനേക്കാൾ വലിയായിട്ട് ആരും ഈ ഭൂമിയിൽ തൽക്കാലം ഇല്ല എന്നാണ് ഈശോ പറഞ്ഞത്. നാളെ ഈശോ നിന്നെക്കുറിച്ചും പറയാനാവട്ടെ, നീ അടിപൊളിയാണെന്നും എനിക്ക് പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളും ആണെന്നും ഈശോ പറയാനിടയാവട്ടെ. ബിക്കോസ് യു ആർ എ തോട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു ചിന്തയുടെ ഫലമാണ് നീ, ഒരു യോഹന്നാനാണ് നീ.
ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ ഭൂമിക്ക്. അതിനനുസരിച്ച് സ്വപ്നങ്ങൾ വീണ്ടും കാണുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. കൂടെ കർത്താവുണ്ട്. നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന, നിൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ നടക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന ഈശോ. ആ തമ്പുരാൻ ഈ ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ കൂടെ നടന്ന് അനുഗ്രഹിക്കുന്ന, അഭിഷേകം നൽകുന്ന ഒരനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ കൂടെയുണ്ട്. ആമേൻ. ഈശോയുടെ അനുഗ്രഹം ഈ വർഷം മുഴുവൻ കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.